ഒരു പ്രവാസിയെ സംബന്ധിച്ച് അവങ്ങനെ പോകുന്നു, ഒരു വർഷം പണിയെടുക്കുന്നു, ആ പൈസ വരുന്നു, വീട്ടിൽ ചിലവാക്കുന്നു, വണ്ടി എടുക്കുന്നു, പോകുന്നു. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സംഗതി ഇല്ല. അപ്പോൾ എൻ്റെ ലൈഫും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്കും ഫ്യൂച്ചർ, അതായത് ഭാവി, നമ്മളിത് പ്രവാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവുക എന്ന് വെച്ചാൽ സീറോ ആണ്. അപ്പോൾ എനിക്കിത് നല്ലൊരു അസറ്റായിട്ട് തോന്നിയത്. കാരണം 15 വർഷം കഴിഞ്ഞാൽ നമ്മളെ മക്കൾ പ്രായപൂർത്തിയാണ്. അപ്പോൾ മറ്റുള്ളവർ മുന്നിൽ കൈ നീട്ടാതെ തന്നെ അവർക്ക് ഇതിൽ നിന്നൊരു വരുമാനം കിട്ടും. അത് ഞാൻ അതുമായി ബന്ധപ്പെട്ട് ടെൻഷൻ അടിക്കേണ്ട എന്നുള്ളൊരു ധാരണയും കൂടി എനിക്ക് ഉണ്ടായിരുന്നു. തീർച്ചയായും അത് എന്താ പറയുക, നമ്മളല്ലെങ്കിൽ വലിയൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നോക്കിയിരുന്നിട്ട് നമ്മൾ പ്രവാസികളെ സംബന്ധിച്ച് എളുപ്പമല്ല. പിന്നത്തേക്ക് അത് നമുക്ക് അടുത്ത വർഷം നോക്കാം. ഇപ്പോൾ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വീട്ടിൽ കുറച്ച് മൈനൻസ് വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങാണ്ട്, ഇങ്ങനെയായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഭാവിയിലേക്കുള്ള അതിനെ കുറിച്ചിട്ടല്ല. നമുക്ക് അപ്പോൾ ബ്രൈറ്റ് എന്താണ് നമുക്ക് ആവശ്യം, അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറഞ്ഞ കാര്യം. ഇന്നലെ ഞങ്ങൾ ഒരാളായിട്ട് ഒരു എന്റർപ്രണറായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞുള്ളത്, ഇന്ന് പ്രവാസികളായ ധാരാളം ആൾക്കാർക്ക് നാട്ടിലെന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, സ്വന്തമായി ചെയ്യാൻ അവർക്ക് അതിനുള്ളൊരു ഗഡ്സ് ഇല്ല. എന്നാൽ അവരുടെ വലിയൊരു ഫണ്ടുമില്ല, എന്നാൽ കുറച്ച് ഫണ്ടുണ്ട്. അതും അദ്ദേഹം അത് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ വലിയൊരു ഓളിയൊക്കെ പറയുന്നുണ്ട്. കോടിക്കണക്കിന് എമൗണ്ടുകൾ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ റെഡിയാണ്, പ്രവാസികളായിട്ട് ആൾക്കാർ പ്രത്യേകിച്ച്. പക്ഷെ അവർക്ക് അഷ്യൂറിറ്റി കൊടുക്കുന്ന, ഉറപ്പ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ സാധ്യത ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതിയെയും അവർക്ക് ഇന്നത്തെ കാലത്ത് വളരെ അപൂർവമായിട്ടാണ് കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ തന്നെ നമ്മൾ പറയാറുണ്ട്, ഈ പ്രൊജക്റ്റിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ഈ സൈറ്റൊക്കെ വന്ന് കണ്ട് ബോധ്യമുള്ളവർ, സലീം പറഞ്ഞ മാതിരി കുറേ വർഷങ്ങൾ പ്രവാസ ജീവിതം നയിച്ചിട്ടും ഒന്നും നേടാതെ എന്താ പറയാ, വീട്ടുകാർക്ക് പോലും ഉപകാരമില്ലാത്ത ഒരാളായി മാറുന്ന പ്രവാസികളുടെ അവസ്ഥയിൽ നിന്ന് മാറി. ഇപ്പോഴത്തെ സിറ്റുവേഷൻ, യുദ്ധം വന്നതിന് ശേഷം പലർക്കും ജോലിൻ്റെ പ്രശ്നമുണ്ട്, പലരും പൊക്കോളം പറഞ്ഞിട്ടുണ്ട്, പലർക്കും ശമ്പളം കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ബാധിക്കുന്നുണ്ട്. അവർ തിരിച്ചു വന്ന് എന്ത് ചെയ്യാനാ, കൈമലർത്തും, ഒന്നും ചെയ്യാല്ല. അപ്പം ആ അവസ്ഥയിൽ നിന്നൊക്കെ നമുക്ക് അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഹലാലായ രീതിയിൽ തന്നെ നമുക്കിതിൽ വേറെ രീതിയില്ല. നമ്മളിപ്പോൾ പല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഏതിലെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പറയാം.